പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോ നോഹ വിളിച്ചു പറയുന്നത് ഒരു ന്യായവിധിയുണ്ട്, അതവിടെ സംഭവിച്ചു. യേശു പറഞ്ഞു, ആ കാലത്തെ പോലെ ഞാനും വരാൻ പോകുന്നേ. ഒരു ന്യായവിധിയുടെ സമയം വരാൻ പോവുക. കർത്താവ് വരാറായി. യൂദായുടെ ലേഖനത്തിലും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ഒരു ന്യായവിധി ഉണ്ടെന്ന് അവനൊരു വെളിപ്പാട് കിട്ടി. ഞാൻ പറയട്ടെ, ദൈവത്തോട് കൂടെ നടക്കുന്നവന് വെളിപ്പാടുകൾ കിട്ടും. ദൈവത്തോട് കൂടെ നടക്കുന്നവന് ദർശനങ്ങൾ കിട്ടും. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ അരുളപ്പാടുകൾ കിട്ടും. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ കാഴ്ചപ്പാടുള്ളവനാ. സ്തോത്രം. യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ 14-15 വാക്യങ്ങൾ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനായിട്ടിതാ വരുന്നു. ഹാനോക്ക് വിളിച്ചു പറഞ്ഞു, അവർ അഭക്തിയോടെ മതി. പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, സ്തോത്രം, ഞാൻ നടന്നതുപോലെ ദൈവത്തോട് കൂടെ നടക്ക്, ഒരു ന്യായവിധി ഉണ്ട്. സ്തോത്രം. ജീവനോടെ ഇരിക്കുന്നവരെ മാത്രമല്ല, മരിച്ചവരെയും വിളിച്ചു വരുത്തി ന്യായവിധിക്ക് മുമ്പിൽ നിർത്തും. യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഹാബേല് മുതലുള്ള സകല മനുഷ്യരും നിൽക്കേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരും. ഹാനോക്ക് വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു ന്യായവിധി വരാൻ പോകുന്നുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാ പ്രൊട്ടക്ഷനും നൽകി തരുന്ന ഒരു ദൈവത്തെ ഞാൻ നിങ്ങളെ സേവിക്കുന്നു.